We are now in Gayathri Central School, Kayangulam. We have with us Mr. Shaji C, who is a senior principal and founder chairman of this school. Gayathri Central School has been established in the year 2000, and since then it has gained reputation for being one of the best and professionally managed school. It's a real honor and pleasure to interview Mr. Shaji. Shaji sir, Gayathri Central School 2000 established. ഇപ്പോൾ ഇത്രയും വർഷം സാറ് ഈ സ്കൂളിൽ എങ്ങനെ ഇതിൻ്റെ ഹിസ്റ്ററി എങ്ങനെ വളർത്തിയത് എങ്ങനെ ഇതിനെ ഫൗണ്ട് ചെയ്ത് പിന്നെ കൂടാതെ സാർ ഒരു പ്രൊഫഷണൽ ടീച്ചർ എന്തുകൊണ്ട് ഈ ഫീൽഡിൽ വന്നു ഇതിനൊരു ഹിസ്റ്ററി ആണ് സാർ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു. ബേസിക്കലി ഞാൻ ഒരു ടീച്ചർ തന്നെയാണ്, മാത്തമാറ്റിക്സിൻ്റെ ടീച്ചറാണ്. വർഷങ്ങളായിട്ട് CBSE ICSE സ്കൂളുകളിൽ മാത്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പം ഈ കാലയളവിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂളുകളിലും മറ്റുമൊക്കെ ആയിട്ടുള്ള ബേസിക് എഡ്യൂക്കേഷൻ്റെ കൺസെപ്റ്റ് പലപ്പോഴും എൻ്റെ ഒരു വിഷൻ അനുസരിച്ചുള്ളതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് അവൻ്റെ 3 to 6 years അകത്ത് വെച്ച് വേണം മാക്സിമം ഡെവലപ്മെൻറ്റ് നടക്കേണ്ടത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡേ കെയർ പ്ലേ സ്കൂൾ എന്നുള്ള രീതിയിൽ ആദ്യമേ 2000 9 കുട്ടികളുമായിട്ട് സ്കൂൾ തുടങ്ങുന്നു. 9 കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് എൻ്റെ വൈഫും വേറെ ഒരു ആയയും മാത്രമാണ് സ്കൂളിൽ അധ്യാപികമാർ. ഒറ്റ മുറിയിൽ തുടങ്ങുന്നു. ഒരു ടോയ്ലറ്റ്, ഒരു ചെറിയ കോമ്പൗണ്ട് വാളോടുകൂടി ഒരു പ്ലേ ഗ്രൗണ്ട്. അതിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള മെറി ഗോ റൗണ്ടും സ്ലീസോയും മറ്റു സ്ലൈഡും മറ്റു അത്യാവശ്യം വേണ്ട ചില ഫിറ്റിങ്സ് അന്നത്തെ കാലത്ത് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അന്നും റൂഫുള്ള ഒരു ഗാർഡൻ എന്നാണ് എനിക്ക് ഈ ബേസിക് എഡ്യൂക്കേഷൻ്റെ ആ കൊച്ചു കുട്ടികളുടെ ഗാർഡൻ അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അതിന് റൂഫ് വേണമെന്ന് എനിക്ക് താല്പര്യമില്ല. വെയിലും മഴയും ഏക്കാത്ത എന്ന് വെച്ചാൽ 100% അവിടെ റൊട്ടീന് തടസ്സം വരും. മഴ വന്നപ്പോൾ ഒരു ടൈം ടേബിൾ, വെയിൽ വരുമ്പോൾ വേറെ ടൈം ടേബിൾ വരാതിരിക്കണം. ഈ പറഞ്ഞ പോലെ പ്ലേ ഗ്രൗണ്ട് ഉൾപ്പെടെ റൂഫിൻ്റെ അണ്ടറിലായിരിക്കണം എന്നായിരുന്നു. അപ്പോൾ ഒറ്റ മുറിയുള്ളെങ്കിൽ ഈ തരത്തിലുള്ളൊരു കൺസെപ്റ്റിലാണ് അത് തുടങ്ങിയത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ബേസിക് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എൻ്റെ മനസ്സിൽ വ്യത്യസ്തമായ രീതിയിലായിരുന്നു കിടന്നതുകൊണ്ട് എൻ്റെ വൈഫിനെ തന്നെ ഞാൻ ഈ ട്രെയിനിങ്ങിന് വിട്ടു. ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ കുറച്ച് നാൾ പ്രാക്ടീസിന് വിട്ടു. അതിന് ശേഷമാണ് ഈ പറഞ്ഞ സ്കൂളിലേക്ക് കയറിയത്. അങ്ങനെ പ്ലേ സ്കൂൾ ഡേ കെയർ ആയിട്ട് തന്നെ പോകണമെന്നായിരുന്നു ആദ്യത്തെ ആഗ്രഹം. കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരു ബേർഡനും ഇല്ലാതെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളോ മറ്റൊരു സ്റ്റഡി മെറ്റീരിയൽസോ ഇല്ലാതെ ജസ്റ്റ് ഒരു ഡയറി മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് വരിക, ഫുഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, തിരിച്ച് വൈകിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോകുക. ഇതായിരുന്നു ആദ്യത്തെ ആലോചന. പക്ഷേ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രഷർ വന്നപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് LKG വേണമെന്നുള്ള താല്പര്യം. അപ്പോൾ ആദ്യത്തെ വർഷം ഞാനത് ചെയ്തില്ല. രണ്ടാമത്തെ വർഷം മുതൽ ഞാൻ തന്നെ അത് വേണമെന്നുള്ള കൺസെപ്റ്റോടുകൂടി ബിൽഡിങ്ങൊക്കെ പുതിയതൊക്കെ ഉണ്ടാക്കി LKG UKG നടത്തി. അപ്പോൾ അപ്പോഴത്തേക്ക് 2003-04 ആയി. ആ ടൈമിൽ കുട്ടികൾക്ക് വീണ്ടും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോകണമെന്നുള്ളൊരു താല്പര്യം പേരൻസ് പ്രകടിപ്പിച്ചെങ്കിലും ഞാൻ തന്നെ അടുത്തുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ ഈ കുട്ടികളെ കൊണ്ടുപോവുകയും അവർക്ക് രജിസ്ട്രേഷൻ വാങ്ങിക്കൊടുത്ത് അവിടെ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് വിടുന്ന രീതിയായിരുന്നു ആദ്യമൊക്കെ. അങ്ങനെ 2 years പൂർണ്ണമായും ഞങ്ങൾ ഈ LKG UKG വെച്ച് തന്നെ നിർത്തി. അപ്പോൾ 6 yearsനകത്തുള്ള എഡ്യൂക്കേഷൻ പൂർണ്ണമായിട്ട് 2 വർഷവും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പേരൻസ് 2006 ഒക്കെ ആയപ്പോഴത്തേക്ക് പേരൻസ് വളരെയധികം പ്രഷർ വരുത്തുകയും അവർ നിർബന്ധമായിട്ടും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വേണമെന്നുള്ള സ്ഥിതിയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഞാൻ അവരുടെ താല്പര്യം കണക്കിലെടുത്തുകൊണ്ടൊരു സർവേ, എത്ര പേർക്ക് ഇത് ഇനിഷ്യേറ്റീവായിട്ട് വരുന്നവരുണ്ടെന്നറിയണം, പറയുന്നു എന്നല്ലാതെ ശരി എത്ര കണ്ട് റിസൾട്ടിലെത്തുമെന്ന് അറിയാനായിട്ട് രജിസ്ട്രേഷൻ നടത്താം. അന്നത്തെ കാലത്ത് 3000 rupees രജിസ്ട്രേഷൻ ചെയ്യാൻ വെച്ചത്. അതൊരു ഹ്യൂജ് എമൗണ്ടാണ്. വിശേഷിച്ച് നമ്മുടേതുപോലൊരു ചെറിയ സ്കൂൾ. അവരുടെ ഇൻറ്റൻഷൻ കറക്റ്റായിട്ടുണ്ടോ എന്ന് അറിയുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. 27 പേരൻസ് നെക്സ്റ്റ് ഡേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിന് ഞാൻ ഹെൽപ്ലെസ്സായി തുടങ്ങാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ ക്ലോസ് റിലേറ്റീവ്സും ഫ്രണ്ട്സുമായിട്ടുള്ള ചിലരുമായിട്ട് ഇതിനെപ്പറ്റി ആലോചിച്ചു. അങ്ങനെ 2006 ഗായത്രി എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോം ചെയ്തു. അതിന് മുമ്പ് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം പുതിയ ബിൽഡിങ്ങിൻ്റെ കൺസെപ്റ്റായി കുറച്ചുകൂടെ ലാൻഡ് വാങ്ങണമായിരുന്നു. അതെല്ലാം 2006-07 തന്നെ ഞങ്ങൾ വാങ്ങി
2007 തന്നെ NOCക്കുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു. അന്ന് ഇരുന്ന ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സ്കൂളുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടത്ര താല്പര്യമുള്ള ഗവൺമെൻറ് ആയിരുന്നില്ല. എങ്കിലും സ്കൂളിൻ്റെ അന്നത്തെ ഫെസിലിറ്റീസും സ്ട്രെങ്തും 511 കുട്ടികളുണ്ട് അപ്പോൾ സ്കൂളിൽ. NOCക്ക് കൊടുക്കുമ്പോൾ 511 കുട്ടികളായി 9 കുട്ടികൾ ഇരുന്നിടത്തു നിന്ന് 2007 NOCക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ 510 കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആദ്യം NOCക്ക് കൊടുക്കും. DOയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ 510 കുട്ടികളാണ്. അപ്പോൾ ഇതിന് ആ സമയത്ത് ഇൻസ്പെക്ഷൻ നടത്തിയ DO ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് 18-19 സ്കൂളുണ്ടായിരുന്നു മാവേലിക്കരയിൽ. അതിൽ ഒരു സ്കൂള് മാത്രമാണ് റെക്കമെൻഡ് ചെയ്ത് DPIയിലേക്ക് അയച്ചത്. അത് ഗായത്രി സെൻട്രൽ സ്കൂളാണ്. പക്ഷെ അന്ന് റെക്കമെൻഡ് ചെയ്യാൻ പാടില്ലെന്നായിരുന്നു ഗവൺമെൻറ്റിൽ നിന്ന് വിട്ടു കൊടുത്ത ഇൻസ്ട്രക്ഷൻസ്, DOമാർക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻസ്. കാരണം കഴിയുന്നത്ര സ്കൂളുകളെ റെക്കമെൻഡ് ചെയ്യാതെ വിടുക, അതായിരുന്നു അവരുടെ ഒരു പോളിസി. എങ്കിലും ഇവിടെ നിന്ന് ഇങ്ങനൊരു പ്രത്യേക സാഹചര്യത്തിൽ ആ DOയ്ക്ക് റെക്കമെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ട് നോംസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, റെക്കമെൻഡ് ചെയ്തിരിക്കും. പക്ഷേ എങ്കിലും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വീണ്ടും അതിനെ ഇൻസ്പെക്ഷൻ എടുത്തു. 2008 വീണ്ടും റെക്കമെൻഡ് ചെയ്ത് ഫയൽ വേറെ അടുത്ത DO വന്നപ്പോഴും പോയി. 2009 ആയപ്പോഴത്തേക്ക് വീണ്ടും അവർ DDയെ കൊണ്ട് ഇൻസ്പെക്ഷൻ നടത്തി, റീ ഇൻസ്പെക്ഷൻ. DDയും റെക്കമെൻഡ് ചെയ്തിട്ട് പിന്നീട് DPIയിൽ തന്നെയുള്ള വെരിഫിക്കേഷൻ കഴിഞ്ഞ് 2010 ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് ഇത് വീണ്ടും റെക്കമെൻഡ് ചെയ്ത് ഫയൽ പോയി. അവിടെ വെച്ച് ഗവൺമെൻറ് ഇപ്പോഴത്തെ പോളിസിയിൽ ഇത് അനുവദിക്കാൻ പറ്റില്ലെന്നുള്ളത് റിജക്റ്റ് ചെയ്തു. ഏകദേശം 999 സ്റ്റുഡൻസ് അന്ന് സ്കൂളിലുണ്ടായിരുന്നു. പിന്നെ റിജക്റ്റ് ചെയ്ത ആപ്ലിക്കേഷനുമായിട്ട് ഞങ്ങൾ ശരിക്കും ഒരു ക്രൈസിസിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് അടുത്ത ഇലക്ഷൻ എത്തി, ഗവൺമെൻറ് മാറി. അന്നത്തെ പോളിസി അനുസരിച്ച് വീണ്ടും ആപ്ലിക്കേഷൻ റിവൈസ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഒരു 3 to 4 monthsനകം തന്നെ നമുക്ക് NOC കിട്ടി. അതായത് 2012 ഫെബ്രുവരി ആദ്യം നമുക്ക് NOC കിട്ടി. എന്ന് വെച്ചാൽ ആഫ്റ്റർ 12 years ആണ് ഇതിന് NOC കിട്ടുന്നത്. അതിനുശേഷം അതിനടുത്ത മാസം തന്നെ CBSEയുടെ അഫിലിയേഷനും കിട്ടി. കാരണം CBSE ഞാൻ ഈ NOC കിട്ടുന്നതിന് മുമ്പ് തന്നെ കോർട്ട് ഓർഡർ വെച്ചുകൊണ്ട് ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നു. അങ്ങനെ ഇൻസ്പെക്ഷൻ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് CBSEയിൽ നിന്ന് കിട്ടിയിട്ടിരുന്നത് കൊണ്ട് NOCയുടെ മാത്രം ഷോർട്ടേജ് കാരണമായിരുന്നു ഇത് കിട്ടാതെ പോയത്. അപ്പം NOC കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു കഷ്ടിച്ച് 3 to 4 monthsനകം തന്നെ ഞങ്ങൾക്ക് CBSE അഫിലിയേഷൻ കിട്ടി. അപ്പോൾ സ്റ്റാൻഡേർഡ് 10 സ്റ്റുഡൻസ് യഥാർത്ഥത്തിൽ സ്റ്റാൻഡേർഡ് 10ലേക്ക് എത്തുകയാണ് 2012. ഇടയ്ക്ക് വെച്ച് 2 ബാച്ച് കുട്ടികളെ ഞങ്ങൾ പുറത്ത് പോയവരെ തിരിച്ചെടുത്തായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ 2 ബാച്ച് പുറത്ത് പോയ കുട്ടികളെ 5, 6 ആയിട്ട് ഞങ്ങൾ സ്കൂൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു. അങ്ങനെ ഇപ്പം 10th ഇരിക്കുന്ന കുട്ടികൾ ആക്ച്വലി ആദ്യം UKGന്ന് വെളിയിൽ പോയ കുട്ടികളാണ്. അവർ പോയി 2 വർഷം വെളിയിൽ പോയവർ തിരിച്ചു വന്നവരാണ് 10ഉം 9ഉമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ഫസ്റ്റ് ബാച്ച് 10th കുട്ടികൾക്ക് ആക്ച്വലി ഈ അഫിലിയേഷൻ കിട്ടിയ ഈ വർഷം തന്നെ ഇവിടെ എക്സാം എഴുതാനായിട്ട് സാധാരണഗതിയിൽ പറ്റില്ല. അതിൻ്റെ കാരണം അഫിലിയേഷൻ കിട്ടുമ്പോൾ 9th ആദ്യത്തെ ബാച്ച് 9th ആണ്, പിന്നെയാണ് 10th കയറാറ്. അപ്പം ഇപ്പോഴത്തെ 9th കിട്ടുള്ളൂ സാധാരണ. പക്ഷെ നമ്മളിത് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ CBSEയിൽ ബോധ്യപ്പെടുത്തിയിരുന്നത് കൊണ്ട് നമുക്ക് 9th 2013 എക്സാമിനേഷൻ എഴുതാൻ തക്കവണ്ണമുള്ള തരത്തിലായിരുന്നു അഫിലിയേഷൻ തന്നിരുന്നത്. അപ്പോൾ പിന്നെ ആകെയുള്ള വിഷയം 9th ഈ കുട്ടികളുടെ രജിസ്ട്രേഷൻ നടത്തിയിടത്തുനിന്ന് കുട്ടികളെ തിരിച്ച് നമ്മുടെ സ്കൂളിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി അത്തരത്തിൽ കുട്ടികൾക്ക് TC വാങ്ങി നമ്മൾ തിരിച്ച് നമ്മുടെ സ്കൂളിലേക്ക് 9th 10th എത്തിച്ചു. ഇപ്പം നമ്മൾ 100% ആ കുട്ടികൾ ഗായത്രി സെൻട്രൽ സ്കൂളിലെ സ്റ്റുഡൻസാണ്. അവർ ഇവിടുത്തെ ഫസ്റ്റ് ബാച്ച് ഈ 2013 March 2 എക്സാമിനേഷൻ, ബോർഡ് എക്സാമിനേഷൻ എഴുതാം. ഇപ്പോഴത്തെ സ്ട്രെങ്ത് 1800 സ്റ്റുഡൻസ് ഉള്ളതുണ്ട്. ഫ്രം 800 സ്റ്റുഡൻസ്. ഇപ്പോൾ ഇത് അടുത്ത വർഷം 11th ഈ നെക്സ്റ്റ് ഇയറിലേക്ക് ഞാനിപ്പോൾ ഉടനെ ഒരു 11th സ്റ്റാൻഡേർഡ് തുടങ്ങുന്നില്ല. കാരണം ഇവിടെ തന്നെ ഡേ കെയർ പ്ലേ സ്കൂൾ കഴിഞ്ഞ് കണ്ടിന്യൂറ്റി ഉണ്ടായി വന്ന കുട്ടികൾ ഇപ്പോൾ 8th
ആ ഏജിലെ കുട്ടികൾക്ക് 9, 10 എത്തി 11 പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെ കയറ്റി. അതിന് 2 കാരണമുണ്ട്. ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന 11th എന്ന് പറയുന്നത് വളരെയധികം ഡിഫറൻസോടുകൂടി തുടങ്ങാൻ പോവാണ്. അപ്പം ഞാൻ പറയാം, ഇൻഫ്രാസ്ട്രക്ചറിനും ഒപ്പം തന്നെ സ്റ്റാഫ് ഫാക്കൽറ്റീസിനും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ടൈം വേണം. ഇൻഫ്രാസ്ട്രക്ചർ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ നോർമൽ ക്ലാസ് റൂം സൈസ് 400 സ്ക്വയർ ഫീറ്റ് ആണ്. അത് 600 ആക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 600 ആക്കിക്കൊണ്ട് ഇൻഡിപെൻഡൻറ്റ് ടേബിൾ ചെയറും എയർ കണ്ടീഷൻഡ് റൂമിലിരുന്ന് കുട്ടികൾ ഒരു പർട്ടിക്കുലർ യൂണിഫോം ഡിസൈനൊക്കെ ഉണ്ടാകും. ക്രമേണ അത് 9, 10, 11, 12 ഒരുമിച്ച് ഒറ്റ യൂണിറ്റ് ആക്കണം. ആക്കിയിട്ട് അവർക്കെല്ലാം ഒരേ കൾച്ചറിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടണം. അപ്പം ഇപ്പം എൻ്റെ അടുത്ത ചോദ്യത്തിൽ തന്നെ സാറിൻ്റെ വിഷൻ്റെ എനിക്കൊന്ന് അറിഞ്ഞാൽ ഇപ്പോൾ 2013 ഇപ്പോൾ ഈ 2013 അടുത്ത മാസം 10th അടുത്ത ബാച്ച് പരീക്ഷ എഴുതുന്നു. അപ്പോൾ എനിക്കറിയേണ്ടത് ഇത് കഴിഞ്ഞിട്ട് സാർ ഇപ്പോൾ ഒരു 10 വർഷം സാറിൻ്റെ വിഷൻ എന്തായിരിക്കും? അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. കാരണം ഇപ്പം നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന 11th തന്നെ ആഫ്റ്റർ 2 years തുടങ്ങുള്ളൂ. അത് 2015-16 ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവലിൽ 11th തുടങ്ങുമ്പോഴാണ് ഒരു വളരെ ഡിഫറൻസോടുകൂടി വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സീനിയർ സെക്കൻഡറി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ നിയർ ബൈ ഏരിയയിലോ അത് പക്ഷേ നമുക്ക് പ്രസൻറ്റ് കേരളയിൽ മൊത്തത്തിൽ നോക്കിയാലും പറ്റുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കൾച്ചറായിരിക്കും. ഈ കുട്ടികൾ ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ എല്ലാത്തരം കോച്ചിങ്ങുകളും കൊടുത്ത് ഒരു സിവിൽ സർവീസ് ബേസ് ചെയ്തുള്ള ഒരു കംപ്ലീറ്റ് ഫോമിൽ അവർ 12th പാസ്സായതാണ്. അപ്പം അതിനുവേണ്ടി അവർക്ക് ഒരു നല്ല വെൽ പ്രിപ്പയർഡായിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സോടും കൂടിയുള്ള ഒരു തരത്തിൽപ്പെട്ട എല്ലാ ലാബ് ഉദ്ദേശിക്കുന്നത് മാത്സ് ലാബ് ഉണ്ടാകണം, മറ്റ് സയൻസ് ലാബുകൾ നാച്ചുറലി ഉണ്ടാകും. അത് കൂടാതെ ഒരു ലാംഗ്വേജ് ലാബ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് ലാബ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ലാംഗ്വേജ് ലാബായിരിക്കും. ഇത് കൂടാതെ ഒരു ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കണമെന്നുണ്ട്. ഒരു ഹെൽത്ത് ക്ലബ് ഉണ്ടാക്കണം, സെപ്പറേറ്റ് ഫോർ ഗേൾസ് ആൻഡ് ബോയ്സ്. ഇതെല്ലാം ചേർന്ന് ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം ഈ കുട്ടികൾ 11th പാസ്സായിറങ്ങുന്നത്. ആഫ്റ്റർ 11th 12th കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ ഇൻക്ലൂഡിങ് ഡ്രൈവിംഗ് ലൈസൻസ് സഹിതം എല്ലാവരും എക്യുപ്ഡായിരുന്നു. ഒപ്പം ഇവർക്ക് ഏറ്റവും മിനിമം ഒരു എഞ്ചിനീയർ, ഡോക്ടർ എന്ന ലെവലിലെങ്കിലും എത്താവുന്ന കാലിബറിലെത്തണം. അവിടുന്ന് മുകളിലോട്ടായിരിക്കണം ഇവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ്റെ ലെവലിലോട്ട് മാറും കുട്ടികൾ. ആ ലെവലിൽ പോകാവുന്ന പാകത്തിന് ഉള്ള കുട്ടികളായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു തരം കോച്ചിങ്ങുകളും ഔട്ട്സൈഡ് ക്യാമ്പസ് കുട്ടികൾ പോകാൻ എല്ലാം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുക. അതിന് ചേർന്ന് ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഉൾപ്പെടെ ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗം അങ്ങനെയാണ്. അപ്പം നല്ലൊരു ഗ്രൂപ്പ് ടീച്ചേഴ്സ് ആയിരിക്കും കുട്ടികളെ ഗൈഡ് ചെയ്യുന്നത്. അതന്നെ ധാരാളമായിരിക്കും. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ കാര്യം പതുക്കെ ഞാൻ എൻ്റെ ശ്രദ്ധ പ്ലേ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫുഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ UKG വരെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. വീട്ടിൽ നിന്ന് ഒരു ബുക്കും ഇല്ല, ഒന്നുമില്ല. ഈ പറഞ്ഞ ഒരു ഒറ്റ ഡയറി ആയിട്ട് അവർ ഇറങ്ങണം. അത് കഴിഞ്ഞ് തിരിച്ചാ ഡയറി ആയിട്ട് വീട്ടിൽ പോയി ഒരു തരത്തിലും വർക്ക് വേണ്ട, ഒരു തരം ബുക്കുകളും ചുമന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട. ഇവിടെ വന്നതിന് ശേഷം പഠിക്കുന്നു. ഇവിടുത്തെ ഫുഡ് അവർ എൻജോയ് ചെയ്യുന്നു. അതൊരു യൂണിഫോം ടൈപ്പ് ഫുഡായിരിക്കുമല്ലോ. ഇപ്പോൾ സ്നാക്സ് ഉൾപ്പെടെ എല്ലാം. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ ആ ഷെയറിങ്ങിൻ്റെ മറ്റുമൊക്കെ ആ ഒരു നേച്ചറിന് ഒത്തിരി മാറ്റം വരും. അതൊരു ഗ്രൂപ്പായിട്ടിരുന്നവർ ആഹാരം കഴിക്കും. ഒരേ സൈസ് ഫുഡ് ഓരോ ദിവസവും കഴിക്കും. ഓരോ ദിവസവും അവർ കഴിക്കുന്ന ഫുഡിന് ഒരു കുട്ടി കഴിക്കുന്നതിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഫുഡ് മറ്റൊരു കുട്ടി കഴിക്കുന്നില്ല. അതനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷനും ചേർന്ന ഒരു ക്യാൻറ്റീനും ഒക്കെയാണ് പ്ലേ സ്കൂൾ LKG UKG സെക്ഷനിൽ ആദ്യം നമ്മൾ തുടങ്ങാനാണ്. ഓക്കെ സാർ, ഈ ഇപ്പോൾ സാറ് കൂടുതൽ സ്ട്രെസ് ചെയ്ത അക്കാഡമിക് പ്രശ്നം, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് ഇപ്പോൾ സ്പോർട്സ് ആയാലും ഡാൻസ് ആയാലും യോഗ ആയാലും അതിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം സാർ കൊടുക്കുന്നത്? പ്രസൻറ്റ് നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വർക്കിംഗ് ഡേയ്സിൽ ഒരു മോർ ദാൻ 1/3 പോകുന്നത് ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയാണ്. ഇവിടെ ഇപ്പം ഒരു സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ ഓപ്പണിംഗ് സെറമണി എന്നും പറഞ്ഞ തന്നെ ഒരു ഫംഗ്ഷനുണ്ട്. ആ റീ ഓപ്പണിംഗ് സെറമണി തുടങ്ങിയിട്ട് ആ വീക്കിൽ തന്നെ ഒറേറ്ററി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുന്ന സമയത്തെ പേരൻസിന് ഇതിൻ്റെ എന്തെല്ലാമാണോ ഡീറ്റെയിൽസ് അറിയേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിരിക്കും. അപ്പോൾ അതിന് പ്രിലിമിനറി ലെവൽ നടക്കുന്നത് ക്ലാസ് വൈസ് ആയിരിക്കും.
അത് കഴിഞ്ഞിട്ട് അവരെ സെക്ഷൻ വൈസ് നമ്മൾ അവരെ സെലക്ട് ചെയ്യും. സെക്ഷൻ വൈസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവർക്ക് 6 ഡിഫറെൻറ്റ് ഗ്രൂപ്പായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഈ ഗ്രൂപ്പുകളെ ഫൈനൽ കോമ്പറ്റീഷന് വേണ്ടി വെളിയിൽ നിന്നുള്ള ഫാക്കൽറ്റീസിനെ വരുത്തി പേരൻസിൻ്റെ പ്രസൻസിൽ ഇവരെ കോമ്പറ്റീഷൻ എടുക്കും. ഈ പറയുന്ന മത്സരത്തിൽ ഫസ്റ്റ് വരുന്ന കുട്ടികളെന്ന് വെച്ചാൽ എല്ലാ 6 വിഭാഗങ്ങളിലായിട്ട് കിട്ടുന്നവരിൽ നിന്ന് ആദ്യം വരുന്ന കുഞ്ഞുങ്ങളെ ആയിരിക്കും ഞങ്ങൾ തുടർന്നുള്ള ഫംഗ്ഷനുകളിൽ ഗസ്റ്റായിട്ട് എടുക്കുന്നത്. വെച്ചാൽ അതിൽ പ്രിസൈഡ് ചെയ്യുന്നതോ വെൽക്കം പറയുന്നതോ ഒക്കെ ഈ ഒറേറ്ററി കോമ്പറ്റീഷനിൽ മുന്നിൽ വരുന്ന കുട്ടികളായിരിക്കും. അതേസമയം തന്നെ ലാസ്റ്റ് ഇയറിൽ വന്ന ഒരു കുട്ടി അതേ പൊസിഷനിൽ എത്തിയാൽ അവർക്ക് നെക്സ്റ്റ് ഇയറിലും അതേ ചാൻസ് കൊടുക്കത്തില്ല. അപ്പോൾ വേറൊരു കുട്ടിക്ക് കൊടുക്കും. അപ്പം ഒറേറ്ററി കോമ്പറ്റീഷനിലൂടെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് വീക്കിൽ ഞങ്ങൾ കോകരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങുകയാണ്. ഇതുകൂടാതെ ടീച്ചിങ്ങിന് വേണ്ടി പ്രത്യേകമായ ഇത് നടത്തുന്നുണ്ട്, മത്സരങ്ങൾ കുട്ടികളുടെ ഇടയിൽ നടത്തുന്നുണ്ട്, ഹയർ ക്ലാസ്സിലേക്ക് നടത്തുന്നുണ്ട്. ഹയർ ക്ലാസ്സിൽ തന്നെ 5 ഓൺവേഡ്സ് കുട്ടികൾക്ക് എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് തന്നെ വൈവയുടെ ഫോം വരെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ തരത്തിലുള്ള സ്കോളർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പെയിൻറ്റിങ് കോമ്പറ്റീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഓണം, റംസാൻ, ക്രിസ്മസ് പോലുള്ള കാര്യങ്ങൾക്ക് അതൊക്കെ ഈ പറയുന്ന കോകരിക്കുലർ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള പരിപാടികളായിരിക്കുന്നത്. സ്പോർട്സിനാണെങ്കിലും എല്ലാ വീക്കിലും അതിൻ്റേതായ പെർഫോമൻസ് വരത്തക്ക രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നു. സ്പോർട്സ് ഡേ വിപുലമായി നടത്തുന്നുണ്ട്. സ്പോർട്സ് ഡേയുടെ അന്ന് തന്നെ നമ്മൾ 1 വീക്ക് ആയിരിക്കും സ്പോർട്സ് വീക്കായിട്ട് എടുക്കുന്നത്. അതിൽ ലാസ്റ്റ് ഡേ സ്പോർട്സ് ഡേ ആയിട്ട് എടുക്കുന്നു. ആ ഡേയിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ലോഗൻ അപ്പോഴത്തെ നാട്ടിൽ ഏതാണോ കൂടുതൽ ആവശ്യമായി നിൽക്കുന്ന ആ സ്ലോഗനെ മുൻനിർത്തിക്കൊണ്ട് കുട്ടികൾക്കൊരു പരിപാടി അറേഞ്ച് ചെയ്യും. ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ പറഞ്ഞ് കുട്ടികളെ ഇഷ്ടംപോലെ കോമ്പറ്റീഷനുകൾ പങ്കെടുക്കുന്നുണ്ട്. ബാലജന സഖ്യത്തിൻ്റെതായാലും സഹോദയ കോംപ്ലക്സ് നടത്തുന്നതിനാണെങ്കിലും ഒക്കെ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അവർ പോയി സ്റ്റേറ്റ് ലെവൽ വരെ കയറുന്നുണ്ട്. പോകുന്നതുകൊണ്ട് അവർ പോകുന്നിടത്ത് മിക്കവാറും കലാതിലകവും ഒക്കെ ആയിട്ട് തിരിച്ചു വരാറുണ്ട്. മിക്കവാറും നല്ല റിസൾട്ടാണ് കുഞ്ഞുങ്ങൾ കാണിക്കുന്നത്. അക്കാഡമിക് ഇൻട്രസ്റ്റഡാണ് ബിക്കോസ് +2 വരെ നല്ല ഫ്യൂച്ചറിൽ ഒരു കോളേജായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ മാനേജ് കോളേജായിട്ടോ എഞ്ചിനീയറിംഗ് ആയാലോ അല്ലെങ്കിൽ മെഡിസിൻ ആയാലും അങ്ങനെ എന്തെങ്കിലും വിഷൻ ഉണ്ടോ, അത് പ്ലാൻ ഉണ്ടോ? എൻ്റെ മനസ്സിൽ ആക്ച്വലി +2 വരെയാണ് സ്കൂൾ കൺസെപ്റ്റ്. ഇതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അതിന് ഒരു പ്രത്യേക ഫ്രെയിം വർക്കിലേ നടക്കുകയുള്ളൂ. ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു സ്ഥാപനം നടക്കില്ല. ഗായത്രി സെൻട്രൽ സ്കൂൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കൺസെപ്റ്റ് +2 ആകുമ്പോൾ തീരും. പിന്നീട് എന്തെങ്കിലും നമ്മൾ ആലോചിക്കുന്നെങ്കിൽ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതൊരു മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബി സ്കൂൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് ചെയ്യണമെന്നുണ്ട്. അത് പക്ഷേ വളരെ ഒന്നും നടക്കത്തില്ല. കാരണം ഇതിൻ്റെ ഒരു വളർച്ചയ്ക്ക് വളരെ സമയമെടുക്കും. ഇത് പൂർണ്ണമായ ഒരു വളർച്ചയിൽ എത്താനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ നടക്കുള്ളൂ. പിന്നെ ഏതെങ്കിലും ഒരു പാരൻസ് കുട്ടിക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കുന്നത് ഇവിടുത്തെ ഫാക്കൽറ്റിയുടെ ക്വാളിഫിക്കേഷൻ ആയാലും ഹൗ വെൽ ദേ ആർ എക്യൂപ്ഡ്, അവരുടെ ഇതിനുള്ള ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഒരു പാരൻസ്. പിന്നെ ഫാസിലിറ്റീസ് സ്കൂൾ, അതിനെക്കുറിച്ച് സാർ എന്തെങ്കിലും പറയും. ഇവിടുത്തെ മെയിനായിട്ട് ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ച് ഹൗ വെൽ ദേ ആർ ക്വാളിഫൈഡ്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് ജനറലി നമ്മൾ എടുക്കുന്ന പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവ്യൂകളായിരിക്കും. ഒരു തരത്തിലുള്ള കൺസിഡറേഷനും കാണത്തില്ല. ഒരു ഡെപ്പോസിറ്റ് നമ്മൾ വാങ്ങാറില്ല. ടീച്ചേഴ്സ് ക്വാളിഫിക്കേഷൻ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. ഹയർ സെക്ഷനിലാണെങ്കിൽ B.Ed ഉള്ള ടീച്ചേഴ്സായിരിക്കും, ഡിഗ്രി ഓർ PG അവർക്കുണ്ടായിരിക്കും. അതാത് സബ്ജക്റ്റ് അതാത് വിഷയം പഠിച്ചവർ തന്നെയായിരിക്കും പഠിപ്പിക്കുന്നത്. ഒരു വിഷയം പഠിക്കാത്ത ഒരാൾ ആ വിഷയം പഠിപ്പിക്കുന്ന രീതി ഗായത്രി സെൻട്രൽ സ്കൂളിലില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇഷ്ടംപോലെ ക്വാളിഫൈഡ് ഹാൻഡ്സ് ഉണ്ട്. എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സ് പലപ്പോഴും നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കൊടുക്കുന്നത് ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ്. പ്ലേ സ്കൂൾ ഓൺവേഡ്സ് തന്നെ ഞങ്ങൾ വൊക്കാബുലറി സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി കുട്ടികൾക്ക് ട്രാൻസ്ലേഷൻ അവോയ്ഡ് ചെയ്തിട്ട് വിഷ്വൽസ് കാണിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ഡയറക്റ്റ് ട്രാൻസ്ലേഷനിലൂടെയല്ല അവർക്ക്. എലിഫൻ്റ് എന്ന് കാണിച്ചിട്ടത് ആനയിൽ നിന്നാണെന്ന് പറഞ്ഞു കൊടുക്കാറില്ല. പച്ചയാണ് ഗ്രീൻ എന്ന് പറഞ്ഞു കൊടുക്കാറില്ല. അതേസമയം ഗ്രീൻ എന്ന് കാണിക്കുമ്പോൾ ഗ്രീൻ ഷെയ്ഡ് അവരെ ഫെമിലിയറാണ്. ഒരു എലിഫൻ്റ് ആണെങ്കിൽ എലിഫൻറ്റിൻ്റെ പിക്ചർ അവർക്ക് ഫെമിലിയറാണ്. സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾ അവരുടെ സറൗണ്ടിങ്സിൽ കാണുന്ന കാര്യങ്ങളും പേരൻസിൻ്റെ സൈഡിൽ നിന്ന് അറിയുന്നതും ഒക്കെ വെച്ചുകൊണ്ട് അവർ ചോദിക്കും, ആനയല്ലേ ടീച്ചർ എന്ന് ചോദിക്കും. അപ്പം ഞങ്ങളത് പറയാൻ ടീച്ചേഴ്സിന് കൊടുക്കുന്ന നിർദ്ദേശം അത് വീട്ടിൽ വിളിക്കുന്ന പേരാണ്. മക്കളെ സ്കൂളിൽ എലിഫൻ്റ് എന്നാണ് വിളിക്കുന്നത്.
അപ്പോൾ അങ്ങനെ അവർക്ക് ട്രാൻസ്ലേഷൻ്റെ ഒരു കൺസെപ്റ്റ് കളഞ്ഞ് ഞങ്ങൾ കൊണ്ടുവരികയും ഒരു UKG ഒക്കെ എത്തുമ്പോഴത്തേക്ക് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവശ്യമുള്ള തരത്തിൽ അവർക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും. എങ്കിലും ഞങ്ങൾ ആ ലെവലിൽ കൂടുതലും സ്ട്രെസ് ചെയ്യുന്നത് മദർ ടങ്ങിനായിരിക്കും. അതിന് കാരണം ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയ്ക്ക് വലിയ പോറലേക്കാതെ ഇമാജിനേഷൻ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അതിന് മദർ ടങ്ങിലേ പറ്റുള്ളൂ ആ ഏജിൽ. അതേസമയം ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ് കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ഈ ട്രാൻസ്ലേഷൻ ഇല്ലാതെ ഇംഗ്ലീഷിലെ കാര്യങ്ങൾ കുട്ടികൾക്ക് എത്തിക്കുകയും ആ ഇംഗ്ലീഷിൽ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടി മൈ സ്കൂൾ, മൈ ഫാദർ, അല്ലെങ്കിൽ മൈ ഹോം എന്നൊക്കെയുള്ള രീതിയിൽ മൈ വില്ലേജ് ഇങ്ങനെയൊക്കെ പറയാവുന്ന രീതിയിൽ മൈ സെൽഫ് ആയാലും അതിനെപ്പറ്റിയൊക്കെ പറയാവുന്ന രീതിയിൽ 4-5 സെൻറ്റൻസ് വീതം ക്രമേണ അവർക്ക് പഠിച്ചിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ അവർക്ക് സർവൈവ് ചെയ്യാൻ UKG വരെ ആകുമ്പോഴേക്കും കിട്ടും. ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഇത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യിക്കുക. 3rd and 4th ഏകദേശം 5 to 10 അപ്രോച്ചിലേക്ക് എത്തിക്കാനുള്ള പ്രിപ്പറേഷൻ നടത്തുക. 5 to 10 ഇൻട്രാക്ഷൻസ് ക്ലാസ്സിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഞങ്ങൾ നിഷ്കർഷിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെ ചെയ്യുന്നുണ്ട്. അതിലേറെക്കുറെ 8, 9, 10 അത് നടക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും. ഒരു വില്ലേജ് ഏരിയയിലാണ് നമ്മുടെ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തുടങ്ങി നമ്മൾ ജസ്റ്റ് പറഞ്ഞല്ലോ, ലാസ്റ്റ് ഇയർ അഫിലിയേഷനിലെത്തി. വളർച്ചയുടെ 1ാമത്തെ വർഷമെന്ന് വേണമെങ്കിൽ പറയാം. ആ സ്ഥിതിയിൽ നമുക്ക് വലിയ നിർബന്ധപൂർവ്വമുള്ളൊരു ശ്രമമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്വിപ്ഡായിട്ടുള്ളൊരു സാഹചര്യമൊന്നും അല്ല എൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ മാക്സിമം ഔട്ട്പുട്ട് കിട്ടാവുന്ന തരത്തിൽ ഇപ്പം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതേസമയം താഴെ അറ്റത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇവർ ഇപ്പോഴത്തെ റേറ്റിനേക്കാൾ വളരെ ഉയർന്ന റേറ്റിലാണ് അവർ മുകളിലോട്ട് വളർന്നു വരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഇപ്പോൾ നടന്ന ഇൻ്റർവ്യൂവിലൊക്കെ എന്ന് വെച്ചാൽ വളരെ എഫക്റ്റീവ് ടീച്ചേഴ്സിനെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ടീച്ചേഴ്സ്, ഔട്ട്സൈഡ് പഠിച്ച ടീച്ചേഴ്സിനെയൊക്കെ കൂടുതൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതിന് കാരണം നമ്മൾ സ്റ്റേറ്റ് സാലറി തന്നെയാണ് ടീച്ചേഴ്സിന് കൊടുക്കുന്നത്. അത് വരുന്ന 2 വർഷത്തിനകം ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ഉയർന്ന സാലറി, മീൻസ് സ്റ്റേറ്റിനേക്കാൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി നമ്മൾ കൊടുക്കും. ഇപ്പോൾ 10 years എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റേറ്റ് ടീച്ചർ വാങ്ങുന്ന സാലറിയേക്കാൾ കൂടുതൽ സാലറി നമ്മുടെ 10 years എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർ വാങ്ങും. അത് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പേരൻസ് വളരെയധികം കോപ്പറേറ്റീവാണ് എല്ലാ കാര്യങ്ങളിലും. ഈ പറയുന്ന ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് എല്ലാവരുടെ സപ്പോർട്ടുണ്ട്. നമ്മൾ കാലാകാലങ്ങളിൽ വരുത്തുന്ന ഫീ സ്ട്രക്ചറിലെ ചേഞ്ചസ് അവർ വളരെ പോസിറ്റീവായിട്ട് തന്നെ അതിനോട് കാണാൻ സഹകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന ഫീ സ്ട്രക്ചറും ഗായത്രി സെൻട്രൽ സ്കൂളിലാണെന്ന് പറയാൻ പ്രസൻറ്റ്. അതിന് കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി, ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സാലറിയൊക്കെ. സാർ, ഞാനിപ്പം സ്കൂൾ കമ്പൗണ്ടിൽ കയറിയപ്പോൾ പല ക്ലാസ്സിൽ ഈ സ്മാർട്ട് ക്ലാസ്സിന് എക്യുപ്മെൻറ്റ്സ് ഒക്കെ കാണാം. അത് ഇത്ര ക്ലാസ്സിലുണ്ട് സാർ ഈ സ്മാർട്ട് ക്ലാസ്? അതിപ്പം ഡേ കെയർ മുതലുള്ള ക്ലാസ്സുകളിൽ സ്മാർട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സിൽ കുഞ്ഞുങ്ങളെ അഡ്മിഷൻ എടുത്ത് കയറുന്ന ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂമായിരിക്കും. അത് ഡേ കെയർ പ്ലേ സ്കൂളിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു യൂണിറ്റ് തന്നെയുണ്ട്. KG സെക്ഷനിൽ LKGയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹാൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. UKGയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹാൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ കുഞ്ഞുങ്ങൾ എപ്പോഴും സ്മാർട്ട് ക്ലാസ്സിൽ ഇരിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അവരെ ആവശ്യമുള്ള സമയങ്ങളിൽ ടേൺ അനുസരിച്ച് അവരെ ഹാളിലേക്ക് എത്തിക്കും. അപ്പോൾ അങ്ങനെ 3 സ്മാർട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. KGക്ക് മാത്രമായിട്ട്, പ്ലേ സ്കൂൾ, LKG, UKGക്ക് മാത്രമായിട്ട് 3 സ്മാർട്ട് ക്ലാസ് റൂംസ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ എവരി 2 ഡിവിഷൻസിൽ ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ്സിൽ ഒരു സ്മാർട്ട് ക്ലാസ് വേണം. എന്നാൽ 3rd onwards 10th വരെ എല്ലാ റൂമും സ്മാർട്ട് ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ സാർ, എൻ്റെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സാർ ഇപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു 10ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് എക്സാമാണ്. വാട്ട് ഈസ് യു എക്സ്പെക്ടേഷൻ? എത്ര % പാസിംഗ് ആയി? നമ്മളെ സംബന്ധിച്ചിടത്തോളം 35 സ്റ്റുഡൻസ് ആണ് ഫസ്റ്റ് ബാച്ച് എഴുതുന്നത്. 100% തന്നെ പാസ്. അതിൽ പാസ്സാകുക എന്നുള്ളത് അത്ര വലിയൊരു കാര്യമേ അല്ല. പക്ഷേ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട് ഓഫ് 35, 20 to 25 സ്റ്റുഡൻസിൽ എങ്കിലും എബോവ് 91% വാങ്ങണം എന്നുള്ള രീതിയിലാണ്. മീൻസ് A1 വാങ്ങണം. അതിൽ വലിയ കുറവുണ്ടാകാൻ സാധ്യതയില്ല. ബാക്കിയുള്ള കുഞ്ഞുങ്ങളായാലും A2 അല്ലെങ്കിൽ B1 വരെ എത്താനുള്ള സാധ്യതയുള്ള, അതിൽ താഴോട്ട് പോകുന്നവരാരും കാണാൻ സാധ്യതയില്ല. എഫക്റ്റീവ് ആയിരിക്കും, നല്ല റിസൾട്ടാണ്. ഓൾറെഡി ഞങ്ങളിപ്പോൾ തന്നെ 3 മോഡൽ എക്സാമിനേഷൻസ് ഇവർക്ക് നടത്തി. ഇപ്പോൾ 3ാമത്തെ എക്സാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ എക്സാമിനേഷൻ്റെ ഇവാലുവേഷൻ ക്ലാസ് റൂമിലാണ് നടത്തുന്നത്. കുട്ടികൾക്കിടയിൽ തന്നെ ആൻസർ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സ്മാർട്ട് ബോർഡിലൂടെ സ്കീം അവരെ കാണിച്ചുകൊണ്ട് ടീച്ചേഴ്സ് ഇത് ഇവാലുവേഷൻ്റെ മെത്തഡോളജി പറഞ്ഞു കൊടുക്കുന്നു. കുട്ടികൾ തന്നെ അവരുടെ കറക്ഷൻസ് നടത്തുന്നു. അപ്പോൾ എവിടെയൊക്കെയാണ് അവർക്ക് മിസ്റ്റേക്ക് പറ്റിയത്,
എന്തൊക്കെ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഈ മിസ്റ്റേക്ക് ഒഴിവാക്കാമായിരുന്നു. ഇതൊക്കെ സൈമിൾട്ടേനിയസ് ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് മോഡൽ എക്സാം കഴിഞ്ഞ് 1 വീക്ക് ടൈം അതിന് കൊടുത്തു. സെക്കൻഡ് മോഡൽ എക്സാം കഴിഞ്ഞ് വീണ്ടും 1 വീക്ക് ടൈം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തേർഡ് മോഡൽ എക്സാമിനേഷന് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുട്ടികൾ എക്സാം എഴുതുന്നു, ഞങ്ങൾ നോക്കുന്നു. അതോടുകൂടി ഈ 3 മോഡൽ എക്സാം 3 കൗൺസിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പൂളിൽ നിന്നാണ് എടുക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പോലും ഗായത്രി സെൻട്രൽ സ്കൂൾ പ്രിപ്പയർ ചെയ്തതല്ല. CBSEയുടെ ബോർഡ് ക്വസ്റ്റ്യൻ പൂളിൽ നിന്ന് തന്നെ എടുത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എക്സാക്ട് മോഡലാണ് കുട്ടികൾ പ്രിപ്പയർ ചെയ്തതല്ല. സ്വാഭാവികമായിട്ടും മോഡൽ എക്സാം കഴിഞ്ഞ് എത്തുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാക്സിമം ഔട്ട്പുട്ട് ബോർഡ് എക്സാമിനേഷന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഒന്നുകൂടെ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പം പല NRI പാരൻസിനും ആഗ്രഹമായിരിക്കും ഇപ്പോൾ വളരെ മോഡേൺ എക്യുപ്ഡ് സ്കൂള്, പ്രൊഫഷണൽ മാനേജ് സ്കൂള്, റിസൾട്ട്സ് ഉണ്ടാകുന്നുണ്ട്. അവർക്ക് അറിയേണ്ടത് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ് ഇവിടെ സംഘടിപ്പിക്കണം. ഹോസ്റ്റല് അതും ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റ് എനിക്കുള്ളത്. സ്കൂൾ ക്യാമ്പസോ സ്കൂളിനോട് ചേർന്ന ഒരു ഹോസ്റ്റൽ വേണ്ട എന്നുള്ള അഭിപ്രായമാണ്. കാരണം സ്കൂളിൻ്റെ ഡിസിപ്ലിനിങ് ഹോസ്റ്റലിൻ്റെ ഡിസിപ്ലിനിങ് രണ്ടാണ് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് ഒരു പ്ലേസ് ഞാൻ പ്രൊവൈഡ് ഇപ്പോൾ കണ്ടിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്, പ്രോപ്പർട്ടി റെഡിയാണ്. അപ്പോൾ അതൊരു 2-3 ഇയേഴ്സിനകം ഞാനത് ചെയ്യും. അതിൽ വർക്കിംഗ് വിമൺ ഹോസ്റ്റൽ പ്ലസ് സ്കൂൾ സ്റ്റുഡൻസ് എന്ന രീതിയിലായിരിക്കും ചെയ്യുന്നത്. അതിൽ ബോയ്സിന് ആദ്യമേ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് 4 ക്ലാസ്സസ് വരെ ബോയ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ആദ്യം പറ്റുള്ളൂ. ഗേൾസിന് 12th വരെയും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ വർക്കിംഗ് വിമൺ കുറേ പേരുള്ളതാണ്. അത് ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് മിക്കവാറും. അപ്പോൾ ഇവർക്ക് അവിടെ നല്ല പ്ലേ ഗ്രൗണ്ടും ആക്ടിവിറ്റി റൂമും പിന്നെ എൻ്റർടൈൻമെൻറ്റ് റൂമും എല്ലാം ചേർന്നുള്ള ഒരു സംവിധാനത്തിലായിരിക്കണം. അവിടെ ഈ സ്കൂളിൻ്റെതായിട്ടുള്ള ഡിസിപ്ലിൻ കൺസെപ്റ്റുകൾ ഉണ്ടാകാതെ ഹോസ്റ്റലിൻ്റെ ഡിസിപ്ലിൻ കൺസെപ്റ്റോടുകൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ വരുന്ന ഒരു കുട്ടി ഇപ്പം ഗായത്രി സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടല്ല അവിടെ അഡ്മിഷൻ കിട്ടുന്നത്, അല്ല അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. അവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ആവശ്യമുണ്ട്, അതിനെ അവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊവൈഡറായിട്ട് അതിനെ കാണും. എന്നിട്ട് അത്തരത്തിലുള്ളൊരു ഇടപാടായിരിക്കും. സാറേ, ഞാൻ എല്ലാം ചോദ്യം ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇത് എന്തായാലും ഒരു ഫൈനൽ ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ഓഫ് എൻ അഡ്മിഷൻ? ഒരു കുട്ടിക്ക് ഒരു അഡ്മിഷൻ എടുക്കുമെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ എന്തായിരിക്കും? എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഒരു ഡൊണേഷൻ കൊടുക്കണം? കുട്ടിയുടെ അഡ്മിഷൻ്റെ കാര്യം പല പാരൻസ് ഇത് അറിഞ്ഞാൽ കൊള്ളാം. നോർമലി ഞങ്ങൾ കുട്ടികളുടെ അഡ്മിഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഡേ കെയർ അല്ലെങ്കിൽ പ്ലേ സ്കൂൾ. ഡയറക്റ്റ് അഡ്മിഷൻസ് LKG മുതലുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യാറില്ല. പ്ലേ സ്കൂൾ ഡേ കെയറിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടിക്ക് മാക്സിമം ഒരു 4,000 to 5,000 റുപ്പീസിനകത്തുള്ള ഒരു ഇനിഷ്യൽ എക്സ്പെൻസേ വരുള്ളൂ. അത് അവിടെ എല്ലാ സ്റ്റേഷനറിയും എല്ലാ തരം എൻ്റർടൈൻമെൻറ്റും പിന്നെ ആനുവലി നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിലും കൂടി ഉൾപ്പെടെയുള്ള ആണ് ഇനിഷ്യൽ പേയ്മെൻറ്റ് എന്ന രീതിയിൽ ഈ പറയുന്ന 5,000-നകത്ത് വരുന്ന ഒരു പേയ്മെൻറ്റ്. പിന്നീട് അവർക്ക് നാച്ചുറലി ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചിലവും ആനുവൽ 1 ടൈം ഫീയും ഒക്കെ ആണെങ്കിലും ഒരു 5,000 to 6,000-നകത്തായിരിക്കും എവരി ഇയർ അവർക്ക് നടക്കുന്നത്. ഇതിന് ശേഷം മന്ത്ലി ഫീയും വാൻഫെയറും അല്ലാതെ എക്സ്പെൻസസ് ഒന്നും അവർക്ക് ഉണ്ടാകില്ല. ഇടയ്ക്ക് വെച്ചുള്ള അഡ്മിഷൻ ഞങ്ങൾ ഡിസ്കറേജ് ചെയ്യുന്നതിൻ്റെ കാരണം ഞങ്ങൾ മോൾഡ് ചെയ്ത് വരുന്ന കുട്ടികൾക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അവർക്ക് കാണും. പിന്നെ തികച്ചും എസെൻഷ്യലായിട്ട് ഇന്നോവേറ്റബിളായിട്ട് ചില സമയത്ത് അഡ്മിഷൻസ് കൊടുക്കേണ്ടി വരും. പുറത്ത് പഠിക്കുന്ന ഒരു കുട്ടി ഗൾഫിലോ മറ്റ് സ്റ്റേറ്റുകളിലോ അതർ ഡിസ്ട്രിക്ട്സിലോ ഉള്ള കുട്ടികൾ നാട്ടിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ അനിവാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കൂളിനെ അവർ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ട് അവർ നോക്കും, അവരുടെ ലെവൽ ഈ ക്ലാസ്സിലേക്ക് പറ്റുന്ന തരത്തിലാണോ എന്നുള്ളതിനൊരു ചെറിയ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു 50% ലെവൽ അവർ കീപ്പ് ചെയ്താൽ മതി. ഒരു ബേസിക് മിനിമം ഇൻഫർമേഷൻ അവർക്കുണ്ടോ ഈ കാര്യങ്ങളെ പറ്റിയെന്ന് മാത്രം പരിശോധിക്കും. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പ്ലേസ് ഉള്ളതിൻ്റെ മാക്സിമം ഞങ്ങൾ ഈ തരത്തിൽ വരുന്നവർക്ക് ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കാറുണ്ട്. അതേസമയം നിയർ ബൈ സ്കൂളുകളിൽ നിന്ന് വരുന്നവർ ഇനി എത്ര ക്വാളിറ്റിയുള്ള കുട്ടികളായാൽ പോലും നോർമലി ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കാറില്ല. കാരണം നിയർ ബൈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി അവിടെ പഠിക്കുമായിരുന്നല്ലോ, പിന്നെ ഇതിനെ വെറുതെ ഇങ്ങോട്ട് മാറി വരേണ്ട കാര്യം. അപ്പം അങ്ങനെ ഇടയ്ക്ക് ഇഷ്ടപ്പെടാത്തപ്പോൾ എടുത്ത് ചാടുന്ന രീതിയിലുള്ള തരം കാര്യങ്ങൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. Shaji sir, it was a pleasure talking to you. Thank you very much. Now I'll be talking to Mrs. Lena Shankar, who is the principal of this school, Gayathri Central School, and she's been here with the school for the past 6 years. Madam,
first thing about the school, Gayathri Central School. Now this has been established, this school has been established in the year 2000. Since then, tell me how is the growth, and you have been holding a post of, as a principal. So just can you just tell us, take us through this journey? School actually started in the year 2000 with 9 kids in the play school section, and there was only one teacher during that period, and that was our Mrs. Sunita Shaji, wife of Mr. Shaji, our chairman, and he was the person behind this, the whole thing, that is behind the school, I should say, his vision, and he started it very differently because as you all know that this is at rural backdrop, and he could bring about different things in the school, and actually he had not planned to go to the higher levels. He only planned to have a KG section, till KG section, but later on the parents actually, they inspired and they persuaded him to start the next higher level, that is from first standard onwards, and that is how we started it in the year 2006. And our trust was also formed during that period, this Gayathri Educational and Charitable Trust, and during that period there were about 9 direct board members in our trust, and right now there are about 21 direct board members, and through all these years it has been growing gradually, and I think it has a very different approach, and the approach is from the view of the chairman of the school, and actually we have a different kind of environment which has been provided to our children, a very serene and sort of environment without any stress or strain in the classroom or even outside the classroom. And we actually, our aim is to mold the children in a particular way so that they can face any sort of situations in their life. So we try to make them competent in all the fields, and for this actually we keep on empowering our teachers also frequently, and in the month of May we are exclusively allotting that particular month for empowering our teachers, because as you all know, the need of the time is very important, and the teachers they need empowerment every time, because there are several changes which is going on in the educational system, and we have to keep on updating it for all our teachers, and that is why we have this empowerment program for our teachers. And then actually the whole thing, the approach itself is totally different. We have a very well equipped classroom, right from daycare section we have smart classes. Almost all the classrooms are smart classrooms, and from 3rd standard onwards completely all the classrooms are smart classrooms, and we have a very well equipped library and the science lab. All the facilities are being provided to our children, and actually this was the vision of our chairman, that with this rural setup, that is the backdrop whatever we have in this particular place called South Manguri, we wanted to provide all the facilities to our children over here, which has been provided in other metro cities, and that was his aim, that the children should get an opportunity of all these things, and that is how we have been able to provide all these facilities in our school. And our parents were also very cooperative in that matter, they're very supportive, and our management also, the 21 board members, they're very active, and particularly our children, they can understand our feelings, that is they are also traveling along with us actually, in whichever areas we are into it, and they can understand how much we expect from them, and that is what they give back to us. So this is how they perform in all the areas, whether it is academics or non-academics, that is scholastic or co-scholastic activities. They are very active in all these things,
And a very good example, recently we had, actually our school got affiliated only in the year 2012, Yes, that you yes, should yes, you remember. told me. Yes, yeah, and in spite of all these things, we conducted, actually our school was a host of conducting Manjinada Sahodaya Youth Festival in our school this year. And actually all the schools, 35 schools from 3 different districts were participating, and they were all actually they didn't expect so much from this particular particular area, because as I told you, this South Manguri is a small place, but they never expected a school with all these facilities in this particular place. And the whole function turned out to be very good, and they were all in fact surprised with the organization and the systematic way which it was conducted. And altogether, actually the teachers and the students, they are very happy to be in our school. That is what is very much needed. Yeah. I wanted to come to that now. You see, I spoke to Shaji sir in length. It was a general discussion. Now, you being a teacher yourself, Yes. though you are principal, you do take classes, Yes. isn't it? Economics and political science, I believe? Yes. Okay. The viewpoint of a teacher, how much pressure you have to cope? That's what I want to know, because the kind of facilities, the kind of, like you spoke about empowerment, the month of May, which is Yes. normally a vacation period. Okay, so you have your teachers supposed to come to the school, and now tell me, like, how much are they really enjoying it, or is it pressure work? Like, how they cope up with all this? No, our teachers are totally different, I should say, in that matter, because they don't really have any sort of pressure over here. They have a very different, a positive attitude towards teaching, Okay. and only such teachers stay back. That is, we do right from the beginning. We have been empowering our teachers in different ways, and they know what we expect from them, and that is what they give it to us. And if they have any small problems, they always discuss, because our management is very I should say they're very they're given all Flexible. sort of freedom to our teachers, and they can always open up to the management even if they have a small problem, and so immediately it has been solved. And they could actually, they don't have any sort of pressure over here. They love teaching. That is to our in this all sorts of facilities are given to the smart class is there, and communication for communication we have different organizations to help us, and all these, because of all these training facilities which they get, I think they have become competent enough, and they don't feel any sort of pressure in our school. And I don't think no teacher wants to leave this school. Whenever if there is some other, because of some unavoidable circumstances, if they have to leave this school, they feel really bad, Okay. because that is what they enjoy teaching in our school, and that is the general opinion of all our teachers. I don't think they have any problem. No problem. Okay, I just very recently your annual day function was concluded, and I was one of the invited. I found it to be very unique, very different from what other school functions. How do you manage? Because what I saw was that thorough professional. I just can't tell me. I mean, it's better you talk than me. How do you manage, and how was it all organized? School day. Our school day, it's totally different. Every time something will be different, and everyone has a feeling that we can expect something out of it. And this year, actually, we had an anxiety about the nature, that is about rain. But then, by God's grace, nothing happened, and we could actually complete it without any interruptions. And everyone had the feeling that they couldn't go out of their place from the beginning till the end. They couldn't
they didn't feel that it was a 4 hours, 5 hours program. And very engrossing. yes, and all these things, that is the systematic organization, the planning, the whole thing is done by a chairman. And the preliminary process, the whole thing, it is done right in his office. And only later on it has been distributed to several sections. And I should say that it is a result of the team effort. Our teachers, they really understand what we want from them, and they try to do their maximum. And whatever instructions are given to them, they try to implement it properly. And I think that is a very important reason for our success. And not only our teachers, whoever are part of our the program, whether it is a school day or any other program of our school, whenever we give instructions to the concerned person, they actually understand what is our aim and what is the final product, what we expect from them. And because of that, there is an understanding between us. The teachers also understand what we should do, what they should do. And I think the result is completely their effort, I should say, because the planning is done by sir, and sir actually gives every time frequent meetings with these teachers, and we give instructions to them how to implement it, and how it should be, the final product, how it should be. All these things actually it has been given by him, and but their attitude is also very important. Right. Behind all these success, I should say, it is the positive attitude of all the people who are working here, and it's because of the environment which has been provided to them. And as far as the job is concerned, or whether it is financial or otherwise, they are very comfortable working here, and they can understand what we expect from them, and they try to do their maximum. One very unique thing I found is that there is no chief guest, there is no VIPs. When Mr. Shaji gave me the invitation card, Yes. I was a bit taken aback because normally every school they do invite some VIP to inaugurate or to deliver a speech or whatnot. In spite of that, I found that there was a huge crowd here. You see, what attracts these people for this school function? Is it the uniqueness in your program, or No, as I told you, right from the beginning, there was something different in whichever activity we were involved in. They always expect something different from us. And right from the beginning, the school days are always different, as I told you. And people know that we can, they need not sit here and really waste their time. They know they can, they can use it productively. And they expect a lot from us, and we also know their expectations, and we try to do the maximum. Every time we want to present something different, and this time also there were many items which were totally different. And as I told that you were giving me the idea about the children participating. Actually, this was started I think 3 years back. Our chairman, he had an idea that why not we make our children do all these things, because they are the most important person over here, and so the priority should be given to them. Right. So, and that is how the inauguration part, the presidential part, the whole thing was given to them. And we could see that they were doing it much better than any other person. Any other professional? Yes. So we thought it's better to continue in this way, and many of the schools, I think nowadays they are following our path. Your path, yeah. Yes. But this could in fact enhance the confidence of the children. Yes, as well. actually it's very useful to bring out their innate capabilities and talents and all. We won't know hidden talents actually. Certainly. Some of the children they don't come in
front of us, they don't talk to us. Right. But then when we give them this opportunity, they excel in that field. And they really, actually we sometimes, we won't know that such a person was here, like such a boy was there or a girl was there who could do so much things. So that is how we have given our opportunities for our children. Okay. Madam, one last final question. Why should I take admission for my child in this school? Actually, when you are coming to take admission from any particular school, you have some objectives or aims in your mind. And I know that any parent, they want their child to, they want to mold their child in such a way that in whichever situations they come across, they can face that particular situation. That is the main aim, especially of the parents of this present generation. And they want their children, when they go into their future, as future citizens, they want them both as a person, as a human being, and as a student. They have to excel. And in most of the schools, we could see that they can bring laurels in academics, but then the other part is also there, that is as human beings. Yeah. So the values which are given to our children, in many ways, we try to inculcate values in many ways, and they have set examples. Actually, our children have set examples while behaving with the elders or behaving with the society. We could see that more values were in them. Then they could have more human kind of feelings in them. And along with it, we are also giving importance to academics. So both ways we are trying to mold the child, the overall development, what we call. So our children, as I told you, they are in a very stress and strain free environment, and so they don't have any kind of pressure. They are very free and even very friendly with the teachers. And one main aspect is our teachers are always with them. We don't, like teachers, they don't sit together and chat. They sit with their children. Right. Every time they are with the children and they become a part of them. And it becomes like a family. The classroom, the class teacher, the students, all of them become like a family. Like a family. Any corporal punishments? No, we don't encourage punishments. And no. Okay. We don't use any kind of corporal punishments. Pleasure talking to you, Ms. Lena. Thank you so much.